പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം. അഭിഷേകം മുഖത്തെ തകർക്കും എന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ആമേൻ മൊർദെഖായിയുടെ കഴുത്തെ ഹാമാന്റെ മരണക്കുരുക്ക് വീഴത്തില്ലെന്നുള്ളതാണ്. അത് തന്നെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. എങ്ങനെ ആ കുരുക്ക് മാറിയെന്നുള്ളതാണ്. ജീവന്റെ മേൽ അവകാശം പറയുന്ന മുഖങ്ങൾ തകരുന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ദൈവം ചെയ്തത് ഉപവാസത്താൽ 3 ദിവസം ഉപവസിക്കാനായിട്ട് ദൈവം ഒരു നിയോഗം നൽകുക. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആരംഭത്തിൽ പറഞ്ഞത്. ദൈവം നിങ്ങൾക്ക് നിയോഗം തരുന്നെങ്കിൽ ഉപവസിച്ചോണം. ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. പൈശാചികമായ ചില കണക്കുകൂട്ടലുകളെ തെറ്റിക്കും കേട്ടോ. ഞാൻ പറയുന്നത് നിയോഗത്തോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപവസിക്കണം. നിന്റെ തലമുറ വാക്തത്വ തലമുറയാണെങ്കിൽ അവൻ്റെ മേ എപ്പോഴും ഒരു ശത്രുവിൻ്റെ നോട്ടം ഉണ്ടായിരിക്കും. ഒരു ഹാമാൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ കാണും. നിന്റെ തലമുറയെ പിടിച്ചോണ്ട് പോകണം, വഴിയാധാരമാക്കണം, അനുസരണം കെട്ടവനുമാക്കണം, തെറ്റായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടണം, പറഞ്ഞാൽ കേൾക്കരുത്, പ്രോപ്പർ വിദ്യാഭ്യാസത്തിൽ അവരെത്തിച്ചേരുത്. ഇതൊക്കെ അവൻ്റെ വാദം. ആമേൻ. താല്പര്യമില്ലാതെ ആത്മീയ കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥയിലാക്കി തീർക്കണം. ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന നന്മകളൊന്നും നിൻ്റെ കയ്യിൽ വരരുത്. ഒരു നുഖം അത് പൊളിക്കും ദൈവം അത്. പക്ഷെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഓരോ ഉപവാസവും ഓരോ മുഖങ്ങളെ തകർക്കും. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി നീ ഉപവസിക്കുന്ന ഓരോ ഉപവാസവും അവനും അവളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഓരോ മുഖങ്ങളെയും തകർക്കും. മടങ്ങി വരട്ടെ. ഇവിടെ മൊർദെഖായിയുടെ വളർത്തുമകളായിരുന്നു ആര്? എസ്തേർ. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയതാണ്. വേണമെങ്കിൽ പെങ്കൊച്ചാന്നും പറഞ്ഞുകൊണ്ട് തള്ളിയാൻ കളയായിരുന്നു. പക്ഷെ മൊർദെഖായിക്ക് ഭയങ്കര കാഴ്ചപ്പാടും. ഈ കൊച്ചു വളർന്നു വരുമ്പോൾ ദൈവകൃപയുള്ളൊരു കുഞ്ഞായിട്ട് വരും. ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന കുഞ്ഞായിട്ട് ഇവിടെ വരും. ഇപ്പോഴത്തെ പരിസ്ഥിതിയൊക്കെ അങ്ങ് മാറും. ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഒരു 15 വർഷം കഴിഞ്ഞാൽ അവരെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെ വേണം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ. ആമേൻ. എന്നാൽ ഇവിടെ എസ്തേർ പറയാം, എനിക്ക് 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുത്ത് പോകാനൊന്നും എന്തില്ല, അനുവാദമൊന്നുമില്ല. പക്ഷെ ഞാൻ ഉപവസിക്കാൻ പോവാം. ഞാൻ ഉപവസിക്കാൻ പോവാം. കാരണം ഉപവസിച്ചാൽ ഞാൻ ചെയ്യുന്നത് ദൈവത്തോടൊപ്പം വസിക്കുക. ദൈവത്തിൽ എന്തുണ്ട്? ജീവനും. ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യരെ, നീ ദൈവത്തോടു കൂടെയാ ഉപവസിക്കുന്നെങ്കിൽ ജീവനാ സ്വീകരിക്കുന്നത്, അല്ല മരണമല്ല. ആമേൻ. ആ ജീവൻ സ്വീകരിച്ചുകൊണ്ട് 30 ദിവസത്തേക്ക് രാജാവിൻ്റെ അടുത്ത് ചെല്ലാൻ അനുവാദമില്ലാത്ത എസ്തേർ ആ ദൈവിക ജീവൻ സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളുടെ നേരെ അഹശ്വേരോശിന് മരണത്തിൻ്റെ ബന്ധനം അയക്കാൻ പറ്റിയില്ല, മരണത്തിൻ്റെ കുന്തം നീട്ടാൻ പറ്റിയില്ല. പിന്നെയോ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടുകയാണ്, അതിൻ്റെ അഗ്രം ചെന്ന് തൊടുകയാണ്. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു നിയോഗം കിട്ടുന്നുണ്ട് ചിലരോട് പറയാൻ. ഈ ദിവസങ്ങളിൽ നിയോഗത്തോടെ ദൈവം നിന്നെ ഉപവസിക്കാൻ ഇരുത്തും. അത് കഴിയുമ്പോൾ ചിലത് സ്വർഗം നിൻ്റെ നേരെ നീട്ടും. സ്വർഗം ചിലത് നിൻ്റെ നേരെ നീട്ടുക മാത്രമല്ല, അതിൻ്റെ അഗ്രം നീ തൊട്ട് ഒരു ദൈവിക വിടുതലിൻ്റെ വാർത്ത കേൾക്കാനായിട്ട് പോവാം. ഏൽപ്പിച്ചു കൊടുക്കാമോ ഈ ദൂതിൻ്റെ മുമ്പിൽ? ആമേൻ. അടുത്ത ദിവസങ്ങളിൽ നടന്നത് നമുക്കറിയാം. ഒരു സാധ്യതയുമില്ലാത്ത ഒരു ദൈവപ്രവൃത്തിയാണ് നടന്നത്, ഇല്ലേ? ആമേൻ. സാധ്യതയില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ, മാനുഷികമായിട്ടൊരു സാധ്യതയുമില്ലാത്ത ചില വിടുതലിൻ്റെ പ്രവൃത്തികൾ നിങ്ങളെ തേടി വരാനായിട്ട് പോവാം കേട്ടോ. ആമേൻ. അതിൻ്റെ ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ഹാമാൻ 50 മുഴം ഉയരമുള്ള കഴുകുമരം ഉണ്ടാക്കിയത് അവൻ്റെ കഴുത്തെ തന്നെ വീഴാനിടയായി തീർന്നു. വിശ്വസിക്കണം ഈ ദൂത്. ഏതെങ്കിലും ഹാമാന്മാരെ നിങ്ങൾക്കെതിരായിട്ടുണ്ടോ? അവരല്ല വിഷയം. അവരുടെ പിന്നിച്ചലിക്കുന്ന ഈവിൾ സ്പിരിറ്റ്, അതിനെ നമ്മൾ ആത്മാവിൽ വെട്ടിക്കഴിയുമ്പോൾ പുറത്തുള്ള ഹാമാൻ വീണിരിക്കും. പുറത്തുള്ള ഹാമാൻ ഇനി നിന്റെ നേരെ പൊങ്ങാൻ സ്വർഗം സമ്മതിക്കത്തില്ല. അവൻ എത്ര സ്വാധീനവും എത്ര ആൾബലവും എത്ര വലിയ ഉന്നതനായ വ്യക്തിയായിരുന്നാലും കണ്ണുമടച്ച് ഇതൂത് വിശ്വസിക്കുക, കണ്ണുമടച്ച് ഇതൂത് ഏറ്റെടുക്കുക. നിങ്ങളുടെ തലമുറകളുള്ള ബന്ധത്തിൽ ദൈവം അത് ചെയ്യാൻ പോവുക. നിങ്ങൾ നിസ്സഹായിയായിരിക്കുക. നിങ്ങളുടെ ചില തട്ടിപ്പറിച്ചതുപോലെ നാമെ തട്ടിയെടുത്തതുപോലെയൊക്കെ ഉള്ള അനുഭവത്തിലായിരിക്കും. പക്ഷെ ഭാരപ്പെടണ്ട. നീ പ്രാർത്ഥിര്, നിയോഗത്തോട് ഉപവസിക്ക്, ദൈവത്തോട് കൂടെ വസിക്ക്. ദൈവമേ, ഈ വിഷയത്തിനകത്തൊരു വിടുതൽ നീ തരണേന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിര്. കാലപ്പഴക്കം ചെന്ന വിഷയത്തിലേക്ക് ദൈവം കൈവച്ച് പുറത്തു കൊണ്ടുവരാനിടയായിത്തീരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക.
മരണബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമേ, നുകത്തിൻ്റെ അമിക്കയറുകളെ തകർക്കുന്ന ദൈവമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ നിന്ന് ചില ജീവൻ്റെ മേൽ അവകാശം പറയുന്ന മരണക്കുരുക്കുകൾ അഴിഞ്ഞു പോകട്ടെ, മരണബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ദൈവനീതിയും ദൈവപ്രവൃത്തിയും ശക്തമായി വെളിപ്പെട്ടു വരട്ടെ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ മറയ്ക്കണം, അഭിഷേകത്തിൽ നിർത്തണം, സാന്നിധ്യത്തിൻ്റെ വേലിക്കകത്ത് പൊതിഞ്ഞു സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.